നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഒരു ആക്ഷൻ മൂവിയാണ് റെബൽ റിഡ്ജ്. സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ എക്സ് മറൈൻ ഓഫീസറായ ടെറി എന്ന ആള് തന്റെ കസിൻ ബ്രദറായ മൈക്കിനെ ജയിലിൽ നിന്ന് ജാമ്യത്തിലെടുക്കാൻ പണം കെട്ടിവെക്കാൻ പോകുന്നു. ടെറി ഈ പണം കെട്ടിവെക്കാൻ പോകുന്ന ഒരു സൈക്കിളാണ്. അപ്പോൾ ഒരാവശ്യമില്ലാണ്ട് ആ നാട്ടിലെ പോലീസ് ടെറിയുടെ സൈക്കിളെ വന്നിട്ട് ഒറ്റ ഇടിക്കും. അപ്പോൾ ടെറി നിലത്ത് വീഴും. ഒരാവശ്യമില്ലാതെ ഇടിച്ചിട്ടിട്ട് ആ ജാമ്യത്തിനുള്ള പൈസ ഈ പോലീസുകാർ സീസ് ചെയ്യുന്നു. ഇത് കിട്ടാൻ ഒരു വഴിയില്ലാതാവുമ്പോൾ ടെറി പോലീസ് സ്റ്റേഷനിൽ പോയി ഇവരോട് ഫൈറ്റ് ചെയ്ത് ആ പൈസ കയ്യിലാക്കുന്നു. ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമ അല്ലാതെ എടുക്കാനാണ് ഇവർ നോക്കിയിരിക്കുന്നത്. സോ ഇതിനകത്ത് കാര്യമായ ആക്ഷൻ ഇല്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ സിനിമ കാണാൻ പോയിട്ട് കാര്യമായി ആക്ഷൻ കാണാൻ പറ്റാതെ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനാണ്. ഈ സിനിമ എടുത്തവർ മൊത്തത്തിൽ കൺസെപ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചേക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രോ കേട്ട് കിടില ആക്ഷൻ മൂവിയാണ് എന്ന് വിചാരിച്ചു പോയി കണ്ടാൽ അത്ര ആക്ഷൻ ഒന്നും കാണാൻ സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ നായകനായ ടെറി ഒരു മാർഷൽ ആർട്സ് ട്യൂട്ടർ ആണെങ്കിലും പുള്ളി ഒരു സമാധാന പ്രിയനാണ്. പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ ഇടിച്ചു തീർക്കാൻ ടെറി നോക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇടിപൊട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഓക്കേടാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പരിപാടിക്കും. സോ ഈ സിനിമയെ ഒരു ആക്ഷൻ സിനിമ എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു റിയലിസ്റ്റിക് സിനിമ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. റിയൽ ലൈഫിൽ നമ്മൾ ഇതുപോലൊക്കെ തന്നെ ചെയ്യുള്ളൂ. അടി പോലീസായിട്ടാണെങ്കിൽ പറഞ്ഞു തീർക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ എന്നതാണ് ക്രിയേറ്റേഴ്സും ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഇതൊരു റിയലിസ്റ്റിക് സിനിമയാണെന്ന് വിചാരിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് കാണാം. നേരെ മറിച്ച് ഒരു ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആവാതിരുന്നാൽ മതി. വേറെ സിനിമയുടെ കഥയ്ക്കൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ കറപ്ഷനാണ് ഇവിടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ബട്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി പാടായിരിക്കും. ക്ലിയർ ആയിട്ട് എങ്ങനെ എന്ത് കറപ്ഷനാണ് നടക്കുന്നതെന്നൊന്നും പറയുന്നില്ല. കുറച്ച് ചൊറിയന്മാരായ പോലീസുകാരോട് ചെറിയ അടി ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഏത് സീനിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൊറിയൻ പോലീസ് ഉണ്ട്, അവനിട്ട് 2 എണ്ണം കിട്ടുമ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. മൊത്തത്തിൽ ഇതൊരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കാണുമ്പോൾ അതേ അഭിപ്രായം പറയുന്നത് ഞാൻ നിർബന്ധം പറയില്ല. ഞാനൊരു ആക്ഷൻ മൂവി കാണാതിരുന്നിട്ട് എനിക്ക് ആക്ഷൻ സീക്വൻസസ് കാര്യമായി കിട്ടാത്ത ഒരു ഫീൽ എനിക്ക് ഉള്ളിൽ എപ്പോഴും തോന്നി. ക്ലീഷേ വിട്ടൊരു ആക്ഷൻ മൂവി കാണണമെങ്കിൽ റെബൽ റിഡ്ജ് കണ്ടു നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെ ആനിമ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.